ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, കുഞ്ഞുങ്ങളെ, നിങ്ങളേവരെയും ദൈവനാമത്തിൽ പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസം 29 മാർച്ച് 2026, ഈ മാസത്തിലെ 29ാമത്തെ ദിവസം, ഈ വർഷത്തിലെ 88ാമത്തെ ദിവസമാണ്. വലിയ നോമ്പിലെ 43ാമത്തെ ദിവസം. ഇന്നത്തെ എപ്പിസോഡ് 459ാമത്തെ എപ്പിസോഡ് ഇടുവാൻ ദൈവത്തിൽ ശരണപ്പെടുന്നു. ഇന്നത്തെ ചിന്താവിഷയം ഓശാന ഞായറാഴ്ച. ഓശാന ഞായറാഴ്ച. ഓശാന എന്നാൽ അതിൻ്റെ അർത്ഥം ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് ആണ്. ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് ആണ്. ലാസറിനെ ഉയർപ്പിച്ച അത്ഭുതത്തിന് സാക്ഷിയായ ജനക്കൂട്ടമാണ് യേശുവിൻ്റെ യെരുശലേമിലേക്കുള്ള പ്രവേശനത്തിന് പ്രധാനമായും ഒത്തുകൂടിയത് എന്ന് യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 12-ാം അധ്യായം 17-18 പറയുന്നു. യേശുവിനെ എതിരേൽക്കുവാനുള്ള ജനക്കൂട്ടത്തിന്റെ ഉത്സാഹമാണ് പരീശന്മാർക്ക് യേശുവിനെ കൊല്ലണമെന്ന ആഗ്രഹത്തിന് ആക്കം കൂട്ടിയത്. നമുക്ക് ഒന്നും സാധിക്കുന്നില്ലല്ലോ, ലോകം അവന്റെ പിന്നാലെ ആയിപ്പോയി എന്ന് പരീശന്മാർ തിരിച്ചറിഞ്ഞു. യോഹന്നാൻ 12:19 അത് പറയുന്നുണ്ട്. ഇന്ന് വിശുദ്ധ കുർബാനയിൽ എവൻഗേലിയൻ മേശയിൽ വായിച്ചു കേൾക്കാൻ പോകുന്നതായ വേദഭാഗം യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 12-ാം അധ്യായം 12 മുതൽ 19 വരെയുള്ള വേദഭാഗം ആണ്. കഴുതപ്പുറത്ത് വരുന്ന യേശുവിനെ ആർപ്പുവിളികളോടെ ജനമെതിരേറ്റു. ഊശാന, ഇസ്രായേലിന്റെ രാജാവായി, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ എന്ന് യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 12-ാം അധ്യായം 13-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ചാനന്ദിക്ക, യെരുശലേം പുത്രിയെ ആർപ്പിടുക, ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു, അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനും ആയി കഴുതപ്പുറത്ത് പെൺകുട്ടിയുടെ കൂട്ടിയായ ചെറു കഴുതപ്പുറത്തും കയറി വരുന്നു എന്ന സഖരിയാ പ്രവചനം നിവൃത്തിയായി. ഇവിടെ സഖരിയാ പ്രവചനം 9:9 മത്തായി ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 21:4-5 വാക്യങ്ങളിലും യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 12:15 ഇത് എടുത്തു പറയുന്നുണ്ട്. യേശു എന്തുകൊണ്ട് കഴുതപ്പുറത്ത് യാത്ര ചെയ്തു എന്നതിന് 3 കാരണങ്ങളുണ്ട്. ഒന്നാമത്തേത്, പ്രവചനം സാക്ഷാത്കരിക്കപ്പെടേണ്ടത് അത്യാവശ്യമായിരുന്നു. സങ്കീർത്തനം 118:26. രണ്ടാമത്, ഒരു യുദ്ധത്തിനായിട്ടല്ല, സമാധാനത്തിനായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ വിനയാന്വിതനായും സൗമ്യനായും ഐഹികമായ ആഡംബരത്തോട് താല്പര്യമില്ലാതെയും വരുന്നു. രാജാക്കന്മാർ കുതിരപ്പുറത്ത് യാത്ര ചെയ്യുന്നത് എന്നാൽ ക്രൂശാരോഹണത്തിന് മുമ്പ് രാജ്യത്വം സ്വീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും രാജാക്കന്മാരെയും പ്രധാനികളെയും സ്വീകരിക്കുന്ന രീതിയിലാണ് ഇവിടെ യേശുവിനെ കഴുതപ്പുറത്ത് സ്വീകരിക്കുന്നത്. മൂന്നാമത്തേത് എന്ന് പറയുന്നത്, കഴുത സാധാരണക്കാരുടെ വാഹനമാണ്. ദരിദ്രനോട് താതാത്മ്യപ്പെടേണ്ടതിന് യേശു കഴുതപ്പുറത്ത് യാത്ര ചെയ്തു എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. യേശു കഴുതയെ കൊണ്ടുവരുന്നതിന് 2 ശിഷ്യന്മാരെ അയച്ചു. മത്തായി ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 21:1 മുതൽ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. 2 ശ്ലീഹന്മാർ ലോകത്തെ ദൈവത്തിലേക്ക് നയിച്ച പ്രവചനത്തെയും അപ്പോസ്തലത്വത്തെയും സൂചിപ്പിക്കുന്നു. നിങ്ങൾ എതിരെയുള്ള ഗ്രാമത്തിലേക്ക് ചെല്ലുവീൻ, അവിടെ കെട്ടിയിരിക്കുന്ന ഒരു പെൺ കഴുതയെയും അതിന്റെ കുട്ടിയെയും കാണും, അവയെ അഴിച്ചു കൊണ്ടുവരുവീൻ എന്ന് മത്തായി ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 21:2 പറയുന്നുണ്ട്. പെൺകഴുത ഇസ്രായേലിനെയും കഴുതക്കുട്ടി പുറജാതികളെയും ദൃഷ്ടാന്തീകരിക്കുന്നു. ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കാണുമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. മർക്കോസ് 11:2. ആരും കയറിയിട്ടില്ലാത്ത കഴുതക്കുട്ടി പുറജാതികളെ സൂചിപ്പിക്കുന്നു. കെട്ടിയിരിക്കുന്ന കഴുതയെ അഴിക്കുമ്പോൾ നീ എന്ത് ചെയ്യുന്നത് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ കർത്താവിന് ഇതിനെ ആവശ്യമുണ്ടെന്ന് പറവീൻ എന്ന് മർക്കോസ് എവൻഗേലിസ്റ്റായുടെ സുവിശേഷം 11:2-3 പറയുന്നുണ്ട്. ലൂക്കോസ് 19:31 പറയുന്നുണ്ട്. കഴുതയെ കെട്ടിയിരിക്കുന്നത് ജാതികളുടെ അജ്ഞാത അന്ധകാരത്തെ, പാപബന്ധത്തെ സൂചിപ്പിക്കുന്നു. സകല സൃഷ്ടികളുടെയും യജമാനൻ പാപബന്ധങ്ങൾ അഴിക്കുമ്പോൾ എവിടെ കൊണ്ടുപോകുന്നു എന്ന് ചോദ്യം സ്വാഭാവികമാണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. ദൈവം വാഹനമേറുന്നതിന് നമ്മുടെ പാപബന്ധങ്ങൾ അഴിയേണ്ടത് ആവശ്യമാണ്. അപ്രകാരം ദൈവഭവനമായി നാം ഓരോരുത്തരും മാറുന്നതിന് ഇടയാകട്ടെ എന്ന് മാത്രം ഈ
കഷ്ടാനുവാഴ്ച ആരംഭിക്കുന്ന ഇന്ന് ഞാൻ നിങ്ങളെ ഉദ്ബോധിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ശിശുക്കളും ബാലന്മാരും വൃദ്ധന്മാരും രാജകീയമായ വരവേൽപ്പിൽ ആർപ്പ് വിളിക്കുമ്പോൾ അവരെ പിന്തിരിപ്പിക്കണമെന്ന് പരീശന്മാർ യേശുവിനോട് ആവശ്യപ്പെടുന്നുണ്ട്. ലൂക്കോസ് എവൻഗേലിയോസ് സുവിശേഷം 19:39 അത് പറയുന്നുണ്ട്. ഇവർ മിണ്ടാതിരുന്നാൽ ഈ കല്ലുകൾ ആർപ്പ് വിളിക്കുമെന്നായിരുന്നു യേശുവിന്റെ പ്രതികരണം. ലൂക്കോസ് 19:40. ശിശുക്കളുടെ വായിൽ നിന്നും യഥാർത്ഥമായ സ്തുതി ഒരുക്കിയതിനുള്ള കാരണം അവരുടെ സ്തുതി നിഷ്കളങ്കവും ലജ്ജയില്ലാത്തതും യോഗ്യവും നിർമ്മല സ്നേഹത്തിന്റെയും ഉളവായതിനാലാണ്. എന്നാൽ പ്രായപൂർത്തിയായവരുടെ സ്തുതി ലൗകിക കാര്യങ്ങളുടെ പ്രതീക്ഷയാലും അതുപോലുള്ള കാര്യപരിപാടികളാലും കളങ്കിതമാണ്. കല്ലുകൾ ആർത്ത് വിളിക്കുന്നതിന് കാരണം സംസാര ശക്തിയുള്ള മനുഷ്യർ മഹത്വം അർപ്പിക്കാതിരിക്കുമ്പോൾ സംസാര ശക്തിയില്ലാത്ത കല്ലുകൾ ദൈവത്തിന് മഹത്വം കരയറ്റും എന്നതാണ്. യോഹന്നാൻ സ്നാപകൻ ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് സാക്ഷിക്കുന്നു. മത്തായി ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 3-9 അത് എടുത്തു പറയുന്നുണ്ട്. യെരൂശലേം ദേവാലയത്തിലെത്തിയ യേശു അവിടെ വിൽക്കുകയും വാങ്ങുകയും ചെയ്തിരുന്നവരെല്ലാവരെയും പുറത്താക്കിയതായി നാം കാണുന്നു. പ്രാക്കളെ വിൽക്കുന്നവരുടെ മേശകളും പീഠങ്ങളും മറിച്ചിട്ടു. എൻ്റെ ആലയം പ്രാർത്ഥനാലയം, നിങ്ങൾ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു എന്ന് പറഞ്ഞു. മത്തായി ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 21-12-13 അത് എടുത്തു പറയുന്നുണ്ട്. സഭ ലൗകികമായതിൽ നിന്ന് സ്വതന്ത്രമായിരിക്കണമെന്ന് ഇത് സൂചിപ്പിക്കുന്നു. യെരൂശലേം ദേവാലയത്തിലേക്ക് എഴുന്നള്ളിയ യേശു നമ്മുടെ ഹൃദയമാകുന്ന ദേവാലയത്തിലേക്ക് എഴുന്നള്ളി വരുന്നതിനും എല്ലാ മാലിന്യങ്ങളെയും കരിവെടിപ്പാക്കുന്നതിനും ഊശാന പെരുന്നാളിൽ സംഗതിയാകട്ടെ എന്ന് നമുക്ക് ഏവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. അതോടൊപ്പം നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. നമ്മൾ ആഴ്ചയിലേക്ക് നമ്മുടെ കാൽ എടുത്ത് വെക്കുകയാണ്. ഈ ആഴ്ചയിൽ ഇന്നേ വരെ നമുക്ക് യഥാർത്ഥ രീതിയിൽ നോമ്പ് നോക്കുവാൻ സാധിച്ചിട്ടില്ല എങ്കിൽ ഈ ആഴ്ചയിൽ നാം ദൈവത്തിൽ നമ്മെ തന്നെ സമർപ്പിച്ച് ഈ ആഴ്ച വളരെ വിശുദ്ധിയോടുകൂടി നാം ആചരിക്കുന്നുവെങ്കിൽ ആ ഉയർപ്പ് ദിവസം നമുക്ക് വളരെ സന്തോഷത്തിന് കാരണമാകും. ആ ഉയർപ്പ് ദിവസം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് 40 ദിവസം ഇവിടെ ശിഷ്യന്മാരോടൊപ്പവും ഈ ലോകത്തിൽ ചുറ്റി സഞ്ചരിക്കുകയും സൽപ്രവൃത്തികൾ ചെയ്യുകയും ചെയ്തു. അതിനുശേഷം അവൻ ഒരു മലയിൽ നിന്നും സ്വർഗത്തിലേക്ക് കയറിയപ്പോൾ പറഞ്ഞതായ ഒരു കാര്യമുണ്ട്: ഞാൻ വീണ്ടും വരുമെന്ന്. ആ രണ്ടാമത്തെ വരവിന് വേണ്ടിയിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഒരുങ്ങാം. ആ രണ്ടാമത്തെ വരവിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുങ്ങണമെന്നുണ്ടെങ്കിൽ സഭ നമുക്ക് ഏൽപ്പിച്ചിട്ടുള്ളതായ 5 കാനൂനിക നോയമ്പുകൾ, അതായത് 106 ദിവസങ്ങളാണ് ടോട്ടൽ നമ്മൾ നോക്കിയാൽ അതിൽ വരുന്നത്. ആ ദിവസങ്ങളൊക്കെയും നാം നമ്മെ തന്നെ ശുദ്ധീകരിച്ച് നമ്മുടെ പ്രവൃത്തികൾ സൽപ്രവൃത്തിക്ക് വേണ്ടി മാത്രം അത് കൺവേർട്ട് ചെയ്തുകൊണ്ട് നാം ഓരോരുത്തരും നമ്മെ തന്നെ ഒന്ന് തിരുത്തുന്നുവെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമെന്ന് മാത്രമേ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് ഈ ആഴ്ച അതിനൊരു കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.